ഇന്ന് 2024 ഡിസംബർ 11 ഗുരുവായൂർ ഏകാദശിയാണിന്ന്. ഈ ഗുരുവായൂർ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നറിയാവോ? ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമാണ് ഗുരുവായൂർ ഏകാദശി. ഗുരുവും വായുവും ചേർന്ന് മമ്മിയൂർ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം രുദ്രതീർത്ഥ കുളത്തിനടുത്ത് നമ്മുടെ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. അടുത്ത പ്രത്യേകത, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണം എഴുതി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. അടുത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ അർജുനൻ, വില്ലാളി വീരനായ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചതും ഇതേ പുണ്യദിവസമാണ്. മറ്റൊരു ഐതിഹ്യം പറയട്ടെ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അദ്ദേഹം എല്ലാ വർഷവും ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ ഭഗവാനൊരു ഉപാസന പോലെ തന്നെ എല്ലാ വർഷവും അവിടെ വന്ന് സംഗീത കച്ചേരി നടത്തുകയുണ്ടായി. അതൊരു പതിവായി. പക്ഷെ ഒരു വർഷം അദ്ദേഹം ഗുരുവായൂർ വരുന്നതിന് പകരം ഒരു രാജസദസ്സിൽ പോയിട്ട് കച്ചേരി നടത്താൻ തുനിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദം പുറത്തേക്കേ വന്നില്ല. ഭഗവാന്റെ പരമഭക്തനായ അദ്ദേഹത്തിന് ഇതിൻ്റെ കാരണം മനസ്സിലാവുകയും ഭഗവാൻ പിണക്കത്തിലാണെന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഭഗവാനോട് ക്ഷമ അപേക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുന്നിൽ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ശബ്ദം തിരികെ നൽകിയെന്നുള്ളതാണ് ഐതിഹ്യം. പിന്നീട് മരിക്കുന്നതുവരെ ഒരിക്കൽ പോലും അദ്ദേഹം ഈ ഏകാദശി ദിവസം അവിടുത്തെ ഗുരുവായൂർ വന്നിട്ടുള്ള സംഗീത കച്ചേരി മുടക്കിയിട്ടില്ല. ഇനി കേശവൻ എന്നുള്ള ആനയെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഗുരുവായൂർ പ്രാർത്ഥിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ കഥകൾ കേട്ട് വളർന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം കേശവൻ എന്നുള്ള ആനയുടെ മാഹാത്മ്യം എന്താണെന്നുള്ളത്. കേശവന് വയ്യാതാകുന്നത് വരെയും ശിവേലി സമയത്ത് ഏകാദശി ദിവസങ്ങളിൽ വൈകിട്ട് ഭഗവാന്റെ തിടം എടുക്കുന്നത് കേശവൻ തന്നെയായിരുന്നു. കേശവന് പ്രായാധിക്യം മൂലം വയ്യാതായപ്പോൾ ആ ഒരു കർമ്മം അത് മറ്റു ആനകൾക്ക് ഏൽപ്പിക്കുകയും കേശവനെ ഇപ്പോഴത്തെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്ന ആ ഒരു ചുറ്റുമതിൽ അവിടെയാണ് തളച്ചിരുന്നത്. ഇതേ ദിവസം, അതായത് ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് വെളുപ്പിന് 3 മണിക്കാണ് കേശവൻ വിഷ്ണുപാദം പൂകിയിട്ടുള്ളത്. അപ്പം അതെല്ലാം തന്നെ യാദൃശ്ചികമാണെങ്കിലും ഇതെല്ലാം ഈ ഏകാദശി ദിവസം ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ കേശവൻ്റെ ആ ഒരു ഓർമ്മ ദിവസവുമായിരുന്നു. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഗുരുവായൂർ എല്ലാവരും ആഘോഷിക്കുകയും ചെയ്തു. അപ്പം ഇത്രയും കഥകളുണ്ട് കേട്ടോ ഈ ഒരു ഗുരുവായൂർ ഏകാദശിക്ക് പിറകിൽ. അപ്പോൾ ഈ ഒരു ഏകാദശി ദിവസം എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.